നമസ്കാരം. ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം. ഇന്ന് 2025 വർഷഫലം പറയാമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ മീനം രാശിയിൽ ഉൾപ്പെടുന്ന പൂരുരുട്ടാതിയുടെ അവസാന പാദം, അതായത് പൂരുരുട്ടാതിയുടെ 4ാം പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാരുടെ 2025 വർഷം എങ്ങനെയായിരിക്കുമെന്ന് പറയാമെന്ന് വിചാരിക്കുന്നു. അതിനു മുമ്പായി ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതിയും ഈ വർഷമുണ്ടാകുന്ന മാറ്റങ്ങളും ഒന്ന് പരിശോധിക്കാം. ഇടവത്തിൽ വ്യാഴം, കന്നിയിൽ കേതു, കുംഭത്തിൽ ശനി, മീനത്തിൽ രാഹു എന്നിങ്ങനെയാണ്. 2025 മാർച്ച് 29 ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു. 2025 മെയ് 14 വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കും സംക്രമിക്കപ്പെടുന്നു. 2025 മെയ് 18 രാഹു കുംഭത്തിലേക്കും കേതു ചിങ്ങത്തിലേക്കും സംക്രമിക്കപ്പെടുന്നു. 2025 ഒക്ടോബർ 17 വ്യാഴം മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു. പിന്നീട് ഡിസംബർ 4 വ്യാഴം വക്രഗതിയിൽ മിഥുനം രാശിയിലേക്കും തിരികെ വരുന്നു. അതിനുശേഷം മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നത് 2026 ജൂൺ മാസത്തിലാണ്. അങ്ങനെ വ്യാഴം ഈ വർഷം 3 രാശി മാറുന്നുണ്ട്. കൂടുതൽ സമയകാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ടാണ് നമ്മൾ വർഷഫലം സാധാരണ പറയാറ്. മറ്റു ഗ്രഹങ്ങളുടെ ചാരഫലം മാസഫലങ്ങളിൽ ഉൾപ്പെടുത്താറുണ്ട്. മാസഫലങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയുന്നതിന് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി വിഷയത്തിലേക്ക് കടക്കാം. ഈ വീഡിയോയിൽ മീനം രാശിയിൽ ഉൾപ്പെടുന്ന പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാരുടെ 2025 വർഷം എങ്ങനെയായിരിക്കുമെന്ന് പറയാം. മീനം രാശിക്കാർക്ക് ഈ വർഷം 2025 മാർച്ച് 29 ശനി മാറുന്നത് 12ാം ഭാവത്തിൽ നിന്നും ജന്മഭാവത്തിലേക്കാണ്, അതായത് ജന്മരാശിയിലേക്കാണ്. 7.5 ശനിയിൽ ജന്മശനി ആരംഭിക്കുന്നു. ജന്മശനി 2.5 വർഷമാണ്. വീണ്ടും ഒരു 2.5 വർഷക്കാലം കൂടി 7.5 ശനി തുടരുകയും ചെയ്യും. അതുപോലെ തന്നെ 2025 മെയ് 14 വ്യാഴം മാറുന്നത് മീനം രാശിയുടെ 3ാം ഭാവത്തിൽ നിന്നും 4ാം ഭാവത്തിലേക്കാണ്. മെയ് 18 രാഹു കേതു മാറ്റത്താൽ മീനക്കൂറുകാരുടെ 12ാം ഭാവത്തിലേക്ക് രാഹുവും 6ാം ഭാവത്തിലേക്ക് കേതുവും സംക്രമിക്കപ്പെടുന്നു. ഈ ഗ്രഹസ്ഥിതിയും ഗ്രഹമാറ്റവും കൊണ്ട് മീനക്കൂറുകാരുടെ ധനസ്ഥിതിയുടെ കാര്യം ചിന്തിക്കാം. പലവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം പ്രതീക്ഷിക്കാം. എന്നാൽ ആദ്യ മാസങ്ങളിൽ ധനച്ചിലവുകൾ വർദ്ധിക്കും. പിന്നീട് ധനസ്ഥിതി വർദ്ധിക്കുകയും എങ്കിലും ചിലവുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ കാര്യങ്ങൾ ഭേദപ്പെട്ട് മുന്നോട്ടു പോകാനാകും. പല ശുഭ ചിലവുകളും, അതായത് അപ്രതീക്ഷിതമായ ഗുണകരമായ ചിലവുകൾ വന്നു ചേരുന്നതാണ്. അനാവശ്യമായ ചിലവുകൾ കുറയും. ധനസ്ഥിരത ഉണ്ടാകാനും സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒരു പരിഹാരം കാണാനും തന്മൂലം സന്തോഷവും ഉണ്ടാകുന്നതാണ്. മീനം രാശിക്കാരുടെ തൊഴിലിൻ്റെ കാര്യം ചിന്തിച്ചാൽ വർഷാരംഭത്തിൽ തന്നെ തൊഴിൽപരമായി വളരെയധികം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. നിരവധി ദൂരദേശ യാത്രകളും തൻ്റെ കാര്യക്ഷമത വർദ്ധിക്കുന്നതായും കാണാം. ഭാഗ്യനേട്ടങ്ങളും ഉണ്ടാകുന്ന വർഷക്കാലമാണ്. തൊഴിൽപരമായിട്ട് പുതിയ തീരുമാനങ്ങൾ എടുക്കും. ഏതൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും നിയമാനുസൃതമായി മാത്രം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകുന്നതാണ്. സ്ഥാനക്കയറ്റം, സ്ഥാനഭ്രംശം, വർഷത്തിൻ്റെ പകുതിയോടെ ഉന്നത തൊഴിൽ ലഭിക്കുന്നതിനും വർഷാവസാനത്തോടെ അതിൽ നിന്ന് ഉയർച്ചകളും ഉണ്ടാകും. നീതിബോധം വർദ്ധിക്കും. വർഷാവസാനത്തോടെ എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമാകും. വിദേശത്ത് തൊഴിൽ ലഭിക്കുന്നതിനും നല്ല സാധ്യത ഉണ്ടാകും. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കും നല്ല അന്തരീക്ഷം സംജാതമാകും. സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനാകും. ഉദ്യോഗാർത്ഥികൾക്കാകട്ടെ ശമ്പള കുടിശ്ശിക ലഭിക്കുന്നതിനും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനും ഇടയുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പലവിധ പ്രയാസങ്ങളെയും പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. വർഷത്തിൻ്റെ പകുതിയോടെ നല്ല പുരോഗതി ദൃശ്യമാകും. ചെയ്യുന്ന ബിസിനസ് വിപുലപ്പെടുത്തിയെടുക്കുവാനും നല്ല നേട്ടങ്ങൾ കൊയ്യാനും ആകും. ലാഭവിഹിതം വർദ്ധിക്കും.
ആദ്യ പകുതിയിൽ എന്തെങ്കിലും തൃപ്തിക്കുറവുണ്ടെങ്കിൽ തന്നെ വർഷത്തിൻ്റെ പകുതിയോടെ അതെല്ലാം മാറി നേട്ടങ്ങൾ കൊയ്യാനാകും. എന്നാൽ വർഷത്തിൻ്റെ അവസാന ഭാഗത്തോടെ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. വിദേശ വിപണനം സാധ്യമാകും. ആദ്യ പകുതിയിൽ വിവാഹാലോചനകൾ വന്നു ചേരുമെങ്കിലും കാര്യങ്ങൾ തീരുമാനമാകാൻ താമസം അനുഭവപ്പെടും. എല്ലാത്തിലും ഒരു താല്പര്യക്കുറവ് ഉണ്ടാകുന്നതാണ്. ഗ്രഹനിലകൾ പരിശോധിച്ച് നല്ല ശ്രദ്ധ ചെലുത്തി മാത്രം തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. നിശ്ചയിച്ചുറപ്പിക്കാൻ കാലതാമസം നേരിടും. എന്നാൽ വർഷത്തിൻ്റെ പകുതിയോടെ കാര്യങ്ങൾ തീരുമാനമാകുന്നതാണ്. തനിക്ക് അനുയോജ്യമായ വിവാഹാലോചനകൾ വന്നു ചേരാനും അവ തീരുമാനമാകാനും ഇടയുണ്ട്. സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന വർഷക്കാലമാണ്. പ്രണയിതാക്കൾക്കും ചില സംതൃപ്തിക്കുറവുകൾ അനുഭവപ്പെടുന്നതാണ്. തെറ്റിദ്ധാരണകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാൻ ഇടയുണ്ട്. ദൈവാധീനത്താൽ എല്ലാത്തിനെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും. ദമ്പതി സൗഖ്യം ഉണ്ടാകും. ജീവിത പങ്കാളിയുടെ കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ടു പോകാനാകും. വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം കാര്യങ്ങളെല്ലാം വളരെയധികം പോസിറ്റീവാകും. കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടാനിടയുണ്ട്. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ വിട്ടുവീഴ്ച മനോഭാവം അത്യന്താപേക്ഷിതമാണ്. ക്ഷമ ശീലമാക്കുക. എല്ലാ കാര്യത്തിലും ഒരു ആശയക്കുഴപ്പമുണ്ടാകുമെങ്കിലും വർഷത്തിൻ്റെ പകുതിയോടെ അവയെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. വർഷത്തിൻ്റെ അവസാനം സന്തോഷകരമാകും. വീട് സ്വന്തമാകുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും സാധിക്കുന്ന ഒരു വർഷക്കാലമാണ്. വാഹനം മാറി വാങ്ങുന്നതിനും സ്വന്തമായി ഒരു വാഹനം ഇല്ലാത്തവർക്ക് ഒരു വാഹനം ലഭിക്കുന്നതിനും ഇടയാകും. വസ്തു സ്വന്തം പേരിലാകുന്നതിനും ഇടയുണ്ട്. പിതൃസ്വത്ത് സ്വന്തം പേരിലാകാനും അവയുമായി ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങളും നടക്കാനിടയുള്ള വർഷക്കാലമാണ്. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരും. മീനം രാശിയിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്കാകട്ടെ ഉന്നത വിദ്യാഭ്യാസം സാധ്യമാകും. ഉന്നത പഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും കാര്യങ്ങൾ സാധിക്കും. ആശയവിനിമയ ശേഷി വർദ്ധിക്കും. ആദ്യ മാസങ്ങൾക്കു ശേഷം തന്നെ നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. ഉന്നത പഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സാധിക്കും. ഗവേഷകർക്കും സ്കോളർഷിപ്പോടുകൂടി മുന്നോട്ടു പോകാനാകും. സർക്കാർ സംബന്ധമായ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ ഇടയുള്ള ഒരു വർഷക്കാലമാണ്. ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നിവേദ്യം, ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക. ശ്രീകൃഷ്ണസ്വാമിക്ക് ബുധനാഴ്ച ദിവസങ്ങളിൽ നെയ്വിളക്ക് സമർപ്പിക്കുകയും നിത്യേന കൃത്യനിഷ്ഠയോടെ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് 2025 ജനുവരി മുതൽ ഡിസംബർ വരെ മീനക്കൂറിൽപ്പെട്ട പൂരുരുട്ടാതിയുടെ അവസാന പാദം ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർ മനസ്സിൽ വെക്കേണ്ടത്. ഈ ഫലങ്ങളെല്ലാം ഗോചര ഫലങ്ങളായതിനാൽ കൂടുതൽ ഫലം അറിയുന്നതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ജനന തീയതി, ജനന സമയം, ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനലിലെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ പുതുവർഷം നിങ്ങൾക്ക് ഐശ്വര്യപൂർണ്ണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം.